Hi all, welcome to iPlus. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് കേരള എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പെഡഗോജി ടോപ്പിക്കിൽ നിന്നുള്ള 5 ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കറിയാലോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് 2-way കമ്മ്യൂണിക്കേഷൻ വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ പർപ്പസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ഈസ് ടു. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഇംഗ്ലീഷ് പെഡഗോജി വരുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് എന്ത് ചെയ്യും, ഒരു ഇംഗ്ലീഷ് കോണ്ടെക്സ്റ്റിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കിക്കേ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലാംഗ്വേജ് ലേണിംഗിൽ ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണെന്ന് നോക്കാം. Plan and prepare questions for summative assessment. Inform the parents in the PTMs and ask them to pay attention. Know the gaps in learners' understanding and take remedial steps. Use the findings in the progress report of students. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്മേറ്റീവ് അസസ്മെൻറ്റിലുള്ള ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണോ? അല്ല. പേരൻസ് ടീച്ചർ മീറ്റിങ്ങിൽ എന്താണ് ഈ കാര്യങ്ങൾ അറിയിച്ച് അവരോട് അതിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയാനായിട്ടാണോ? അല്ല. യൂസ് ദ ഫൈൻഡിങ്സ് ഇൻ ദ പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് സ്റ്റുഡൻസ്. പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് സ്റ്റുഡൻസിലെ ഫൈൻഡിങ്സ് അതിൻ്റെ കാര്യമാണോ? യൂസ് ഓഫ് ആ ഫൈൻഡിങ്സ് കണ്ടെത്തിയ കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിലോട്ട് കൊടുക്കാനാണോ? മൂന്നും അല്ല. എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ? എന്താണ് ദ ഗ്യാപ്സ് ഇൻ ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യവും കുട്ടി പഠിച്ച കാര്യവും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ആ കാര്യം നമ്മൾ വീണ്ടും പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ ഒരു ഐഡിയ തരവാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഗ്യാപ്പുകളുണ്ടോ, ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? ടേക്ക് റെമഡിയൽ സ്റ്റെപ്സ്. ഇപ്പോഴും ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതോട് ചേർത്ത് നമ്മൾ കേൾക്കുന്ന പദമാണല്ലേ റെമഡിയൽ ടീച്ചിങ് എന്ന്. ഡയഗ്നോസ് ചെയ്യുന്നു, പ്രോബ്ലം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള റെമഡീസ് എടുക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദ പർപ്പസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ഈസ് ടു നോ ദ ഗ്യാപ്സ് ഇൻ ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടേക്ക് റെമഡിയൽ സ്റ്റെപ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് കണ്ടെത്തുക. A textbook is a final thing for the teacher and the student. It helps to achieve the objectives laid down in the curriculum. It's a planning of educational activities for the section. A textbook is irreplaceable. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷേ അല്ല, എല്ലാം ശരിയല്ല. ഒരു കാര്യം മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. എന്താണ്? ഇറ്റ് ഹെൽപ്പ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ലേഡ് ഡൗൺ ഇൻ ദ കരിക്കുലം. കരിക്കുലത്തിൽ കൊടുത്തേക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായി മാത്രമാണ് ടെക്സ്റ്റ് ബുക്ക്. അല്ല, ടെക്സ്റ്റ് ബുക്ക് അല്ല ഈ ഒരു കരിക്കുലത്തിൽ പ്രൈമായിട്ട് നിൽക്കുന്ന കാര്യം. കരിക്കുലത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ഗോൾ. ഇപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സ് അത് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സഹായിയാണ്, ഒരു എയ്ഡാണ് ആര്? ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റിന് ഫൈനൽ തിങ് ടെക്സ്റ്റ് ബുക്കാന്ന് പറയാൻ സാധിക്കില്ല. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഫോർ സെക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഈസ് ഇറേപ്ലേസബിൾ. തെറ്റല്ലേ? എത്ര വട്ടം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്താണ് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഇറീപ്ലേസബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസ് റൂം പ്രാക്ടീസസ് ഹെൽപ്പ് എ ടീച്ചർ ടു ഡെവലപ്പ് ഓറൽ ലാംഗ്വേജ് എമോങ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ഓറൽ ലാംഗ്വേജ്, അതായത് എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം സംസാരിച്ച ഒരു കാര്യം കൺവേ ചെയ്യുന്നത് എന്ത് തരം ആക്ടിവിറ്റി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ എൻഹാൻസ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കോറസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് വിത്ത് ദ ടീച്ചർ, കോറസിറ്റേഷൻ ഓഫ് ദ പോം ആഫ്റ്റർ മെമ്മറൈസിങ് ഇറ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റോൾ പ്ലേസ്, പാർട്ടിസിപ്പേറ്റിംഗ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ന്യൂ ഓർ അൺഫെമിലിയർ വേർഡ്. അപ്പോൾ നോക്കിക്കേ, ക്ലാസ് റൂമിൽ ഏത് പ്രാക്ടീസാണ്? അപ്പം നമുക്ക് കാണുമ്പോൾ ഇവിടെയും എന്താണ് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ശരിയെന്ന് തോന്നും, പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. കോറസ് റീഡിങ്, കൂട്ടത്തിൽ പാടുക. അങ്ങനെ പാടിക്കേണ്ട വല്ല പ്രയോജനമുണ്ടോ? ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് പറയും, ആ കൂട്ടം നമ്മൾ വായിട്ട് അണക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല.
അതേപോലെ ഒരു പോം പഠിച്ചു കഴിഞ്ഞിട്ട് അത് കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ കൂട്ടത്തിൽ പാടിക്കഴിഞ്ഞാൽ അതും ശരിയല്ല. പിന്നെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ന്യൂ ഓർ അൺഫെമിലിയർ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ കൂട്ടത്തിലുണ്ട്. എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റോൾ പ്ലേസ്. അവിടെ വരുമ്പോൾ എന്താണ് കൂടുതലായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഓറൽ ലാംഗ്വേജ് അവിടെ വർദ്ധിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അൺഫെമിലിയർ വേർഡ്സ് എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രൊനൗൺസിയേഷൻ മാത്രമേ ശരിയാവുന്നുള്ളൂ. പക്ഷേ എന്താണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അതിനെ നമുക്ക് ഉത്തരവാക്കി പറയാൻ പറ്റില്ല. റോൾ പ്ലേ എന്ന് കുട്ടി തന്നെ എന്ത് ചെയ്യുന്നു? കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് റോൾ പ്ലേസ് ആണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, when we say language is arbitrary, we mean to say the language arbitrary ആണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? There is an inherent relation between the words of a language and their meaning. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിൽ എന്താണ് ഓൾറെഡി ഒരു ബന്ധം ഉണ്ട്. The relation between words and their meaning is based on valid reason and not on chance. ഈ പറയുന്ന വേർഡ്സും മീനിങ്ങും തമ്മിലുള്ള ബന്ധം അത് കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ബൈ ചാൻസ് ഇത് മീനിങ് വന്നതൊന്നുമല്ല, കൃത്യമായിട്ട് എന്താണ് ഇതിന് റീസൺ വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, there is no inherent relation between the words of a language and their meaning. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് എടുക്കുമ്പോൾ ആ ഒരു പദത്തിനും അതിൻ്റെ മീനിങ്ങിനും തമ്മിൽ എന്താണ് പറയത്തക്ക ഒരു ബന്ധത്തിലുള്ള ഒരു ബന്ധവും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലേ. ഒരു റിലേഷൻഷിപ്പും ഒരു ബന്ധവും നമ്മൾ കാണുന്നില്ല. അടുത്ത ഓപ്ഷൻ എന്താണ്? ലാംഗ്വേജ് ഫോളോസ് പ്രെഫിക്സഡ് പ്രിൻസിപ്പിൾസ്. പ്രെഫിക്സ് ഉപയോഗിച്ചുള്ള ആ ഒരു പ്രിൻസിപ്പിൾസ് ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ? ആ വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല. നമ്മൾ കുറച്ച് സോഷ്യൽ കൺവെൻഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനെ അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ആ വാക്കിന് അർത്ഥം വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. ഉദാഹരണം തരാം, മരം, ഒരു ട്രീ എടുക്കുന്നു അല്ലേ. നമ്മളെല്ലാവരും ഇപ്പം മലയാളം സ്പീക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ മരം എന്ന് പറയുന്നത് കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിന് മരം എന്നുള്ള ആ ഒരു കണക്ഷൻ വന്നു. അല്ലാതെ ആ ഒരു വാക്കും നമ്മൾ കാണുന്ന ഒബ്ജക്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇനി അതെന്താ ട്രീ. അപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിലോട്ട് പോകുമ്പോൾ അവർക്ക് എന്താ ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അർത്ഥം വന്നു. നമ്മൾ സ്കൈ, ആകാശം അല്ലേ. ആകാശം എന്ന് പറയുന്ന ആ ഒരു വാക്കിനും ഈ കാണുന്ന വാസ്റ്റ് ഏരിയയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവില്ല. സ്കൈ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് 3 ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ വാസ്റ്റ് എൻറ്റൈറ്റിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കാം? ലാംഗ്വേജ് ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താ there is no inherent relation between the words of a language and their meaning. ആ ഒരു പർട്ടിക്കുലർ വാക്കും മീനിങ്ങും തമ്മിൽ യാതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധവും ഇല്ല. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിഡക്റ്റീവ് അപ്രോച്ച് ഓഫ് ടീച്ചിങ് ഗ്രാമർ അഡ്വക്കേറ്റ്സ് ദാറ്റ് വി ഷുഡ് ഡാഷ് ഫസ്റ്റ്. അപ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ച് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് എക്സാമ്പിൾസ്, പ്രസൻറ്റ് റൂൾസ്, പ്രസൻറ്റ് ജെനുവിൻ കമ്മ്യൂണിക്കേഷൻ, പ്രൊവൈഡ് പ്രാക്ടീസ് ത്രൂ ഡ്രിൽസ്. അപ്പോൾ നമ്മൾ ആ ഒരു കോഡ് ഇവിടെ അങ്ങ് ഓർത്താൽ മതി. എന്താണ് DGP എന്നുള്ള കോഡ് അല്ലേ. ഇതുപോലെ അങ്ങ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും തമ്മിൽ തിരിഞ്ഞു പോകില്ല. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലോട്ട്. ജനറലിൽ നിന്ന് പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ കൺസെപ്റ്റ് നേരെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ എന്താ? പ്രസൻറ്റ് റൂൾസ് അല്ലേ. ആ ജനറലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റൂൾസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് എക്സാമ്പിൾസിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് അത്? ഡിഡക്റ്റീവ് അപ്രോച്ചാണ്. നേരെ തിരിച്ച് DGP പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റേത് തിരിഞ്ഞു പോകൂല. അവിടെ കോഡൊന്നും പറയണ്ട. ഇൻഡക്റ്റീവ് ആവും നേരെ തിരിച്ച്. എന്താ? പാർട്ടിക്കുലർ ടു ജനറൽ, നേരെ തിരിച്ച്. പ്രസൻറ്റ് എക്സാമ്പിൾസിലൂടെ നമ്മൾ ജനറൽ ഐഡിയയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.